സൂംബ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തോതിൽ ചെറുപ്പക്കാർക്ക് ജീവഹാനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലൈഫ് ടൈം ഡിസീസുകൾ വളരെ വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടുന്ന കാര്യമില്ല. എതിർക്കപ്പെടേണ്ടതോ അങ്ങനെ വിമർശനാത്മകമാക്കേണ്ടതായ ഒരു കാര്യമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. വേറെ ഏതെങ്കിലും സംഘടനയ്ക്ക് അവരുടെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് അവരുടെ സ്വതന്ത്രമായ നിലപാടാണ്. നമസ്കാരം. മനുഷ്യൻ ഈ ജീവിതത്തിൽ പലവിധ സമ്മർദ്ദങ്ങളും അടിമപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അഥവാ സാധാരണ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഓരോ മനുഷ്യരും വിവിധ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. സ്ട്രെസ് ഒഴിവാക്കുവാൻ ആർക്കും സാധിക്കാത്ത തരത്തിൽ ജീവിതം അവരെ മാറ്റിമറിച്ചിരിക്കുന്നു. ഈ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ആരോഗ്യപരമായ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണം അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടി സ്കൂൾ തലം മുതൽ യോഗാഭ്യാസം, സൂംബ മുതലായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും പരിരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രക്രിയകൾ സ്വീകരിക്കുന്നത് കൊണ്ട് അതിനാർക്കാണ് ബുദ്ധിമുട്ടുള്ളത്, ആരാണ് അതിനെ എതിർക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദിച്ചത്. മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സൂംബ വിവാദവുമായി ഉയർന്നു വന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. ഓരോരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൽ നിരവധി സ്ട്രെസ്സുകളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സമ്മർദ്ദം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി സൂംബ പോലുള്ള ചില കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വ്യക്തിപരമായി താൻ അതിനോട് അനുകൂലിക്കുന്നു. താല്പര്യമില്ലാത്ത ആളുകൾ അത് ചെയ്യേണ്ടതില്ല. സൂംബയ്ക്കെതിരെ ആരെങ്കിലും എതിർപ്പുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ആ വിഭാഗത്തിൻ്റെ മാത്രം എതിർപ്പായി കണ്ടാൽ മതി. അതൊരു പൊതുവികാരമായി ആരും കണക്കിലെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. സൂംബ വിവാദത്തിനെതിരെ മുസ്ലിം സംഘടനയിൽപ്പെട്ട ചില സംഘടനകൾ നേരിട്ട് തന്നെ എതിർക്കുകയുണ്ടായി. സൂംബ ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ പരിപാടികൾ ഉൾപ്പെടുത്തുന്നതിനോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നും സ്കൂളുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ തുടച്ചു നീക്കേണ്ടതാണ് എന്ന രീതിയിൽ ചില മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയുണ്ടായിരുന്നു. ഇത്തരം പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശ്രദ്ധയിൽ മാധ്യമങ്ങൾ പെടുത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ആരെങ്കിലും സൂംബ വിഷയത്തിൽ ഒരു വിവാദം ഉയർത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ സംഘടനാപരമായ അഭിപ്രായം മാത്രമാണ്, പ്രതിഷേധമാണ്. അത് പൊതുവിലുള്ള ഒരു വികാരമായി കണക്കിലെടുക്കേണ്ടതില്ല. ഇവിടെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അഭിപ്രായം പറയുവാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടന അത് ഉറപ്പു നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും അഭിപ്രായം പറയുവാനുള്ള ഒരു വിഷയം ആയി മാത്രമേ ഇതിനെ കണ്ടാൽ മതി. അവർക്ക് ഓരോരുത്തർക്കും ഈ വിഷയത്തിലുള്ള പ്രതികരണമായി അതിനെ കണ്ടാൽ മതി എന്നാണ് സൂംബ വിവാദത്തിൽ ചില സംഘടനകൾ എതിർത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂംബ വിവാദത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സൂംബ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തോതിൽ ചെറുപ്പക്കാർക്ക് ജീവഹാനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലൈഫ് ടൈം ഡിസീസുകൾ വളരെ വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടുന്ന കാര്യമില്ല. അല്ല, അത് ഒരു വിവാദമാകേണ്ടുന്ന ഒരു സാഹചര്യമില്ല, വിവാദമാകേണ്ടുന്ന ഒരു പശ്ചാത്തലം ആ വിഷയത്തിനകത്തില്ല. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിൽ ഇല്ല. അതൊരു വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിവാദമാകേണ്ടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ അക്കാദമിക വർഷം തുടങ്ങുമ്പോൾ ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ്. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരെ വരെ വിളിക്കാറില്ലേ, ഫുൾ A+ ഉണ്ട്, സീറ്റ് ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ച്. ഫുൾ A+കാർക്ക് പോലും സീറ്റ് ലഭ്യമാകാത്ത രീതിയിൽ അശാസ്ത്രീയമായ അലോട്ട്മെന്റ് സമ്പ്രദായം ഉണ്ടാവുകയാണ്. വലിയ തോതിലുള്ള കുട്ടികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. മലബാർ ജില്ലകളിൽ വലിയ തോതിൽ സീറ്റ് ഷോർട്ടേജ് ഉണ്ടാവുകയാണ്. സർക്കാർ വേറെ എന്തൊക്കെയോ കണക്കുകൾ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യും. ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്കൂളിൽ
സീറ്റ് വേക്കൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ വിവാദമാകേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയം. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളായിട്ടാണ് ഇതിന് തോന്നുന്നത്. എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അത് എതിർക്കപ്പെടേണ്ടതോ അങ്ങനെ വിമർശനാത്മകമാക്കേണ്ടതായ ഒരു കാര്യമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം. വേറെ ഏതെങ്കിലും സംഘടനയ്ക്ക് അവരുടെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് അവരുടെ സ്വതന്ത്രമായ നിലപാടാണ്, അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്.